ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് ആണ്. CSEB എക്സാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. നാഷണലൈസേഷൻ നടന്നത് രണ്ട് ഫേസസിലായിട്ടാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ നടന്നത് 19 ജൂലൈ 1969 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെയായിരുന്നു നാഷണലൈസ് ചെയ്തത്. അതായത് ഡെപ്പോസിറ്റ് 50 കോടിയോ അതിനു മുകളിലോ ഉള്ള ബാങ്ക്സിനെയാണ് നാഷണലൈസ് ചെയ്തത്. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. കൂടാതെ 5 ഇയർ പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത് 4th ആണ്. നാഷണലൈസ് ചെയ്ത ആ 14 ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, കനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ധന ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, യൂണിയൻ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, UCO ബാങ്ക് ആൻഡ് അലഹബാദ് ബാങ്ക്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ. സെക്കൻഡ് ഫേസ് ഓഫ് നാഷണലൈസേഷൻ നടന്നത് 15 ഏപ്രിൽ 1980 6 ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. അതായത് ഡെപ്പോസിറ്റ് 200 കോടിയോ അതിനു മുകളിലോ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകളെയാണ് നാഷണലൈസ് ചെയ്തത്. ആ ടൈമിൽ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. കൂടാതെ 5 ഇയർ പ്ലാൻ പീരീഡ് എന്ന് പറയുന്നത് 6th ആണ്. 1980 നാഷണലൈസ് ചെയ്ത 6 ബാങ്കുകൾ ഏതാണെന്ന് നോക്കാം. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, വിജയ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, കോർപ്പറേഷൻ ബാങ്ക്, ആന്ധ്ര ബാങ്ക്. ഇതൊക്കെയാണ് രണ്ട് ഫേസസിലായിട്ട് നടന്ന നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. താങ്ക് യു.